ഇവിടെ പരിത്യാഗത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. മത്സരം തന്നെ നടക്കുന്നു, മത്സരത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഭംഗ്യന്തരേണ ഒരു ആഖ്യാനത്തിൽ പ്രതിനായക സ്ഥാനം നിർഭാഗ്യവശാൽ ഞാൻ അത്ര ഒരു ഈ മറ്റുള്ളവർ പറഞ്ഞ കെ സി വേണുഗോപാൽ രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ റോളൊക്കെ കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ളതാണ്. കാര്യം അയാൾ കെ സി വേണു മത്സര സ്ഥലങ്ങളൊക്കെ നന്നായി ജയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പോലെ സ്ഥലത്ത് നിന്ന് അടി കൊണ്ടൊക്കെ വന്ന വിദ്യാർത്ഥി നേതാവാണ്. അങ്ങനെയൊക്കെ ഒരു ചരിത്രത്തെ അങ്ങനെ വിസ്മരിക്കുകയും അദ്ദേഹത്തെ ചെറുതാക്കി കാണേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നില്ല. ഒരു പ്രവർത്തനം കേരളത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കാണിച്ചാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് അനുയായികൾ ആലോചിക്കേണ്ട കാര്യം, ഏതവസ്ഥയിൽ കൊണ്ടെത്തിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? ഇതിൽ നമ്മൾ പൊതുവിൽ ഈ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി. സാമാന്യ മനുഷ്യരോട് ചോദിച്ചാൽ മതി. ഈ ഇദ്ദേഹത്തെ പിന്തുണച്ച MLA മാരോട് ചോദിക്കരുത്. സാമാന്യ മനുഷ്യരോട് ചോദിച്ചാൽ അവർക്കുണ്ടാകുന്ന വികാരങ്ങളുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പ് വിധി എന്തിനാണോ കൊടുത്തത് അതിന് വിരുദ്ധമായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെ ഒരുപക്ഷേ ഇവിടെ തീർച്ചയായും കെ സി വേണുഗോപാലിന് എടുക്കാവുന്നൊരു വലിയൊരു പുഷുണ്ടായിരുന്നു. അതൊരു മെൻറ്ററിൻ്റെ പുഷനായിരുന്നു. അതുപോലും കളഞ്ഞു കുടിച്ചിട്ട് അധികാര സ്ഥാനത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിനായ സ്ഥാനത്തേക്ക് എത്തി. ഇതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളും ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കത്തതിന് കാരണം ഈ കോൺഗ്രസിന്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതിൻ്റെ അകത്ത് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. കൺസൾട്ടേഷനൊക്കെ ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കി മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു മരണത്തിന് പങ്കെടുക്കാനായിട്ട് അതേ ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകൾക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായും ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു തീരുമാനം എന്നത്തേക്കുണ്ടാവും എന്നതും കേരളത്തെ ഇത്തരം ഒരു വളരെ ഒരു കോൺഗ്രസ് ഈ തീരുമാനം എടുക്കാൻ വൈകില്ല. തമിഴ്നാട്ടിൽ അത്തരം വൈകിലുണ്ടായ കാര്യം DMK എന്ന ദീർഘകാല സഖ്യകക്ഷി ഉപയോഗിച്ചിട്ട് TVKയുടെ കൂടെ പോകാനും വിജയ്ക്ക് പിന്തുണ കൊടുക്കാനും വലിയ സമയം എടുക്കേണ്ടതിനോട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ തീരുമാനം കോൺഗ്രസിൻ്റെ നിലപാടാണ്. അത് ശരിയായ നിലപാടുമായിരിക്കും. പക്ഷേ ഇവിടെ അത്തരം ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് പോലും എന്നത്തേക്ക് ആ തീരുമാനം ഉണ്ടാവും, എങ്ങനെ ആ തീരുമാനം ഉണ്ടാവും എന്നുള്ളതിന് പകരം ഈ വാർത്തകൾ, ഞാൻ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ വാർത്തകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ തരില്ല. കാര്യമൊക്കെ പ്ലാൻ ചെയ്യപ്പെടും. ഇപ്പോൾ NDTV വന്ന വാർത്ത ഈ ഘടകവിരുദ്ധമാണ്, മറ്റേ IGNലോ ഇന്ത്യ ടുഡേയിലോ മറ്റോ വന്ന വാർത്ത, ഇതൊക്കെ പ്ലാൻ ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഇത്തരം വാർത്ത ഇതൊക്കെ വാർത്തകൾ പ്ലാൻ ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് ഇതിനെ വിഷയേറ്റ് ചെയ്യുന്നത്, ഇത് ആത്യന്തികമായി എന്തുണ്ടാവുന്നു? കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം CPM-നേട്ട കനത്ത ആഘാതവും CPM-ന്റെ അനുയായികളും അനുഭാവികളും അവരുടെ പ്രവർത്തനമൊക്കെ തന്നെ അതിൽ ആ നേതൃത്വത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടമായിരുന്നു. ആ പാർട്ടിയുടെ ജനാധിപത്യവൽക്കരണത്തിന് അനുഗുണമായ രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടായിരുന്നു. അത് ഒറ്റയടിക്ക് റദ്ദാക്കി കൊടുത്തു. അതായത് ആ നേതൃത്വത്തിനെ സഹായിച്ച രീതിയിൽ നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി എന്നുള്ളതാണ്